പമ്പയിൽ ആറന്മുള ഭാഗത്തെ മണൽപുറ്റുകൾ ഈ വേനൽക്കാലത്ത് തന്നെ നീക്കണമെന്ന ആവശ്യം വിവിധ കരക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. ആറ്റിൽ വെള്ളം കുറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ജോലി പൂർത്തിയാക്കണമെന്ന നിലപാടാണ് പള്ളിയോട സേവാ സംഘത്തിനുള്ളത്. ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ആലോചനയിലാണ് നേതൃത്വം. പമ്പയിൽ 4 അടിയോളമാണ് ജലനിരപ്പ്. പുഴയുടെ പലയിടങ്ങളിലും മണൽപുറ്റുകൾ തെളിഞ്ഞു കാണാം. ഇവ പാടെ നീക്കം ചെയ്യുന്നതിന് ഇതാണ് ഏറ്റവും പറ്റിയ അവസരം. ഓരോ വർഷവും വള്ളസദ്യ തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ചെളിയും മണലും നീക്കം ചെയ്യുന്നത്. കാലവർഷം ശക്തിപ്പെടുന്ന ഈ കാലയളവിലെ ജോലികളാകട്ടെ കാര്യമായ ഫലം ചെയ്യുന്നില്ല. ഓരോ വർഷവും സമാന ജോലികൾ ആവർത്തിക്കേണ്ട സ്ഥിതിയുമാണ്. പരിഹാരം ആറ്റിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്ന വേളയിൽ ജോലികൾ ചെയ്യുക എന്നതും. ഒരു 5 വർഷം കൂടുമ്പോൾ തന്നെ ഈ മൺപുറ്റുകൾ നടുക്കുണ്ടാകാവുന്ന മൺകൂനകൾ അത് മാറ്റിയില്ലെങ്കിൽ വെള്ളം നിരപ്പ് അല്പം ഉയർന്നു കഴിഞ്ഞാൽ ഈ മൺപുറ്റുകൾ ചെന്ന് വെള്ളം പള്ളിയോടം കയറിയിട്ട് അതിൽ മറിഞ്ഞു പോവുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട്. അല്ലാതെ തന്നെ പള്ളിയോടങ്ങൾക്ക് നീങ്ങാനുള്ള സൗകര്യം, ചവിട്ടി തിരിച്ച് പോകുന്നതിനുള്ള അസൗകര്യം എല്ലാം തന്നെ ഉണ്ടാവുന്നുണ്ട്. റാന്നി ഇടക്കുളം മുതൽ ആലപ്പുഴ ചെന്നിത്തല വരെ 52 കരകളിൽ നിന്നാണ് വള്ളസദ്യകൾക്കായി പള്ളിയോടങ്ങൾ എത്തേണ്ടത്. ആറന്മുള ക്ഷേത്രക്കടവിൻ്റെ ഇരുവശങ്ങളിലുമായി 2.5 കിലോമീറ്റർ ദൂരത്ത് ജോലികൾ അതിവേഗം തുടങ്ങണമെന്ന് താൽപ്പര്യമറിയിച്ച് പള്ളിയോട സേവാസംഘം നേരത്തെ ജലവിഭവ വകുപ്പ് മന്ത്രിയെ സമീപിച്ചിരുന്നു. കാടും പടലും മൂടിക്കിടക്കുന്ന ഭാഗം കൂടി പമ്പയാറിൻ്റേതാണ്. ഇതടക്കമുള്ള മാലിന്യങ്ങളും ചെളിയുമടക്കം നീക്കം ചെയ്താൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തിരിച്ചുപിടിക്കാനാകും. മാത്രമല്ല പള്ളിയോടങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് കൂടി അത് വഴിയൊരുക്കും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.